ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇവിടെ പൂജവെപ്പിൻ്റെയൊക്കെ ഇതായതുകൊണ്ട് ഇത് മൊത്തവും സ്പീക്കറൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല. ഇന്ന് നമ്മൾ കുറച്ച് വിളവെടുപ്പൊക്കെ നടത്തി. ഞാനത് ആക്ച്വലി ബക്കറ്റിലാക്കി. കണ്ടോ, കുറച്ച് കത്തിരി, തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിളവെടുപ്പ് നടത്തിയത്. ഇനി കുറച്ച് ചീരയൊക്കെ ഉണ്ട്. ഞാൻ ചീര കൂടുതലിപ്പം കോഴിക്കൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോഴിക്കും കാടയ്ക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുറച്ച് പ്ലാന്റ്സൊക്കെ പോയി കേട്ടോ. അതായത് ഈ കത്തിരിയൊക്കെ ഉണങ്ങിപ്പോയി, എന്താണ് കാര്യം എന്നറിയില്ല. അപ്പം ഇതിൻ്റെ അടുത്ത് കളഞ്ഞിട്ടിന് പിന്നെ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഒക്കെ ആയിട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ പിന്നീട് ഈ ടെറസ് കംപ്ലീറ്റ് പൂച്ചെടികളൊക്കെ ആക്കിയിട്ട് അപ്പുറത്തെ ടെറസിലോട്ട് കൃഷിയാക്കാനാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ പ്ലാൻ. പക്ഷെ ഒട്ടനെയൊന്നും നടക്കില്ല, 1-2 മാസം പിടിക്കും. കാരണം അപ്പുറത്തെ ടെറസ് ഒത്തിരി റെഡിയാക്കാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ അമരക്കയാണ്. അമരക്കയുടെ പൂക്കൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ, നല്ല ഭംഗിയുണ്ടല്ലേ. ഈ പൂവിന് വേണ്ടിയിട്ട് വേണമെങ്കിലും വെക്കാമെന്ന് തോന്നും. കാ പിടിക്കുമെന്നറിയില്ല, പക്ഷെ എന്തായാലും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു 3-4 മൂട് അമരക്കയുണ്ട്. ഒരെണ്ണം ദാ അങ്ങ് എത്താറായി, പൊങ്ങി പോകുന്നു. പിന്നെ നമ്മുടെ മുളകൊക്കെ നിറയെ പൂ പിടിക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് പൂവിൽ തന്നെ നമ്മുടെ മിലി ബഗ് വന്ന് അതിൻ്റെ നീര് ഊറ്റി കുടിച്ച് കണ്ടോ, ആ പൂ പിടിക്കില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ മിലി ബഗ് എല്ലാ പ്ലാന്റിലും ഉണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ കുറേ നോക്കുന്നു. ഇനി ഗാർഡനിൽ ഷോപ്പിൽ പോയി അവർക്ക് ചോദിക്കണം എന്തെങ്കിലും മരുന്നോ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഒന്നും അടിക്കാൻ താല്പര്യമില്ലാത്ത ഞാനാണ്. പക്ഷെ ഇതിൻ്റെ ആക്രമണം വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബേർഡ്സ് എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവർക്ക് രാവിലെ ഫുഡൊക്കെ കൊടുത്തു. അവർ രാവിലെ ഫുഡും അതൊക്കെ കഴിക്കാനുള്ള തിരക്കിലാണ്. പിന്നെ നമ്മുടെ കാടക്കുട്ടന്മാർക്ക് ഞാൻ വെള്ളം പുറത്താക്കി. കാരണം ഇതുങ്ങൾ എപ്പോഴും തട്ടിയിട്ട് അവിടെ മൊത്തം വെള്ളമാക്കുന്നു. പിന്നെ അവർ മുട്ടയിട്ട് തുടങ്ങി. ഇപ്പോൾ ഡെയിലി ഒരു 2 മുട്ട വെച്ചാണ് ഇപ്പം കിട്ടുന്നത്. ആ എണ്ണം കൂടി വരട്ടെ. ഇപ്പം സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. ചിലപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പം എണ്ണം കൂടുമായിരിക്കും. പിന്നെ നമ്മുടെ കരിങ്കുഴിക്കുട്ടന്മാർ ഇതിൽ ഒരു ഒരു പൂവനുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു പൂവനും ബാക്കി പെടയെന്നും പറഞ്ഞ് വാങ്ങിച്ചത്. ചിലപ്പം കാണാം എല്ലാം പെടയായാലും കുഴപ്പമില്ല, എല്ലാം പൂവനാവാതിരുന്നാൽ മതിയായിരുന്നു. അവരും രാവിലെ ഫുഡൊക്കെ കൊടുത്ത് അത് കഴിക്കുന്ന തിരക്കിലാണ്. പിന്നെ നമ്മൾ നട്ട വിത്തുകളൊക്കെ ചിലതൊക്കെ പൊടിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ടെറസ് ഏരിയയുടെ വിശേഷങ്ങൾ. ഞാൻ വിചാരിക്കും ഇവിടെ എല്ലാം കുറച്ച് പ്ലാന്റ്സ് വെക്കണം. ഇതൊക്കെയുള്ളൂ. ബൈ.